ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് മെന്റൽ സപ്പോർട്ട് തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മയും കരിക്കുന്നുമാണ്. ഒന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നുള്ളൊരു ചിന്ത. പഠിച്ചു മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലായതാണ്. എന്ന് പറഞ്ഞാൽ മാത്സ് അറിയാത്തവർക്കും JRF നേടിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മറ്റൊരു JRF ഹോൾഡറുമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിജയികളുടെ അനുഭവങ്ങളാണ് മറ്റുള്ള ഒരുപാട് വിജയികളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ഇപ്രാവശ്യം മലയാളത്തിൽ JRF നേടിയിട്ടുള്ള ഇഫ്രൈറ്റ് ആയിട്ടുള്ള ധീഷ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ധീഷ്മ. ഓക്കെ, സോ ബേസിക്കലി നമ്മളെല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തർ അവരുടെ പ്രിപ്പറേഷൻ ലൈഫിൽ നേരിടുന്ന സ്ട്രഗിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ടാവും, അവരുടേതായ ലൈഫ് സിറ്റുവേഷൻ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുകൾ, സബ്ജക്റ്റുകൾ, ടോപ്പിക്കുകൾ ഒക്കെ. അപ്പം ധീഷ്മയുടെ ഈ പ്രിപ്പറേഷൻ ലൈഫിൽ നേരിട്ട സ്ട്രഗിളുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തത്? സ്ട്രഗിൾസ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള സമയമോ സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ അവസരങ്ങളും വളരെ ലിമിറ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു ഡിഗ്രി ടൈമിലെ ഒരു ഫാമിലിയുടെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വന്ന് വീഴുകയാണ്. കാരണം അച്ഛൻ്റെ ഹെൽത്ത് ഒക്കെ ആയിരുന്നില്ല, അച്ഛന് വയ്യാണ്ടായി. പിന്നെ അമ്മയാണ് ജോലിക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും അമ്മയ്ക്കും ആകെ വയ്യാണ്ടായി. അപ്പോൾ പക്ഷേ എനിക്ക് പഠിക്കുകയും വേണം, ആരും സഹായത്തിനൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ട്യൂഷൻസൊക്കെ എടുത്ത് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്യൂട്ടോറിയൽസിലെല്ലാം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ സ്വന്തമായിട്ട് അവനവന് വേണ്ടി പഠിക്കാൻ കിട്ടുന്ന സമയം അന്നും കുറവാണ്, ഇപ്പോഴും കുറവാണ്. അപ്പോൾ ശരിക്കും ഈ JRF പോലും എനിക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേടിയിട്ടുള്ളത്. അതായത് ഇനിയിപ്പം ഫെലോഷിപ്പൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. PhDയുടെ ഒപ്പം തന്നെ എനിക്ക് PSC ഫോക്കസ് ചെയ്ത് പഠിക്കാനും പറ്റും. ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് BSc എഴുതുന്നത്. പഠിച്ചെഴുതാൻ അതേ പറ്റിയിട്ടുള്ളത്. അങ്ങനെ പഠിച്ചെഴുതിയ സമയത്ത് എൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നു. പക്ഷേ ഈ ഒക്ടോബറിൽ അത് ക്യാൻസലായി പോവും. അങ്ങനെ അതിൻ്റെ ഒരു വലിയ ഫ്രസ്ട്രേഷനിൽ ഇരുന്നപ്പോഴാണ് ഇപ്പം എന്തായാലും ഈ JRF കിട്ടിയിട്ടുള്ളത്. അപ്പം അതൊരു വലിയ സമാധാനവും ആശ്വാസവും ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ധീഷ്മ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം ഈ സമയമില്ലായ്മയാണ്. അപ്പോൾ ധീഷ്മക്കും വളരെ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? സമയം ഉണ്ടാക്കിയെടുക്കുക ഞാൻ ചെയ്തത്. ഇപ്പോൾ രാവിലെ ബസ്സിൽ എനിക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കിട്ടും. അപ്പം ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ പഠിക്കും. വീഡിയോ ക്ലാസ്സുകൾ ചിലപ്പം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും ഈ ബുക്കൊക്കെ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ട് എൻ്റെ ആവശ്യമാണ്, എനിക്ക് ഇതേ പറ്റുള്ളൂ, വേറെ എനിക്കിനി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ കിട്ടുന്ന സമയം പഠിക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എനിക്കൊന്ന് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുട്ടികളോടും പറയും, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ആ സമയം നിങ്ങൾ യൂസ് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രിപ്പറേഷനിൽ ബാധിക്കുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻകൺസിസ്റ്റൻസിയാണ്. അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കേസാണ്. അപ്പം എല്ലാവരുടെയും പോലെ ചില പേഴ്സണൽ സ്ട്രഗിൾസും സംഭവങ്ങളും പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്കൊക്കെ ഉള്ളത്. ഇങ്ങനെയാണ് ധീഷ്മക്ക് കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റിയത്? ഇൻകൺസിസ്റ്റൻസി ഇല്ലാത്ത, അതായത് ഒരു സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു മോഡലിലേക്ക് മാറാം. എനിക്ക് തോന്നുന്നു ഒന്ന് ഈ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമാണ് മലയാളത്തിൻ്റെ കേസിൽ. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും കിട്ടുന്ന ടൈമിൽ ഞാൻ അതങ്ങ് പഠിച്ചോളും. പക്ഷെ അതേ സമയം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ ജോലി വേണം, ഇങ്ങനെ ചെറിയ പ്രായം മുതലേ സ്വന്തമായിട്ട് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇത്ര നാളായിട്ടും എനിക്കൊരു പെർമനൻറ്റ് ജോബിലോട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് PSC ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാത്സ് വീക്കാണ്, ആ മാത്സിന് വേണ്ടി സമയം കൊടുക്കാൻ എനിക്കില്ല. അതെനിക്ക് ഈ സൈഡിൽ കൂടി പറഞ്ഞ പോലെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ മലയാളം ആണെങ്കിൽ, എൻ്റെ സബ്ജക്റ്റ് മലയാളമാണല്ലോ, അപ്പോൾ അതാണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമായിരിക്കും. പിന്നെ ടീച്ചിങ് ആയാലും ഇപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും. അതൊക്കെയാണെന്ന് തോന്നുന്നു. അതാണ് ആ ഒരു കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. പിന്നെന്ന് വെച്ചാൽ പഠിക്കാതെ വേറെ ഒരു രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നുള്ളൊരു ചിന്ത. പഠിച്ചു മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ
ഒരു സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം പോലും വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി നിൽക്കുമ്പം ഒരുപാട് നമുക്ക് കേൾക്കേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെ കേട്ട് അതിനെയൊക്കെ തരണം ചെയ്ത്, പക്ഷേ എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് പറ്റും. ഞാൻ ഇപ്പോഴും എന്നെ ഒരുപാട് പേര് കളിയാക്കി, ഇത്രയും നാൾ നിന്ന് പഠിച്ചിട്ടും സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഫ്രസ്ട്രേഷനിലോട്ട് പോകുന്നുണ്ട്. ഒന്നാമത് എൻ്റെ മുന്നിൽ ഞാൻ PG മാത്രമാണ് മലയാളം പഠിച്ചത്, ബാക്കി ഡിഗ്രി BEd ഒക്കെ സയൻസിലായിരുന്നു. സയൻസ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും എനിക്ക് കുറച്ചും കൂടെ താല്പര്യം മലയാളമല്ലേ. മാത്രമല്ല ടീച്ചറായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്ങിൽ ഞാൻ പഠിച്ച നാച്ചുറൽ സയൻസിൽ HSA ലെവൽ വേക്കൻസി കുറവാണ്. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ടോപ്പ് റാങ്കിൽ വന്നാലും പോസ്റ്റിംഗ് വളരെ കുറവാണ്. എന്നാൽ എനിക്ക് മലയാളം എഴുതാനും പറ്റില്ല, BEd വേറെ സബ്ജക്റ്റിലായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോൾ ഇനിയിപ്പം എൻ്റെ മുന്നിൽ വഴി എന്താ, JRF വാങ്ങിക്കുക. JRF വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം കൂടി നമുക്ക് കിട്ടും. അങ്ങനെ അവനവൻ്റെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കോട്ടെ. ഇതിലുള്ള ഒറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ അത് മലയാളമായാലും അറബിക്കായാലും ഇംഗ്ലീഷ് ആകുമ്പോഴൊക്കെ ഇവരൊക്കെ ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ പൊതുവെ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫിക്ഷസ് ഇതൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് റീസണിങ് ഭയങ്കര ടഫാണ്. റീസണിങ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാറില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് പൊതുവെ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ സ്റ്റുഡൻസ് പറയാറുണ്ട്. ദീഷ്മക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ദീഷ്മ റീസണിങ് വർക്കൗട്ട് ആയത്? എനിക്ക് റീസണിങ് പ്രശ്നമില്ല, മാത്സ് ഡേറ്റ നല്ല പ്രശ്നമായിരുന്നു. പിന്നെ ജമ പേപ്പറിൽ എനിക്ക് ഒരു BEd ബേസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് അതൊക്കെ ആ ഒരു BEd ബേസ് ഉണ്ടായത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ മാത്സ് അറിയാത്തവർക്കും JRF നേടിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഒരു തവണ നോക്കി, മാത്സ് ഇരുന്ന് പഠിച്ച്, ഈ പറയുന്ന സമയം കുറവാണ്, കിട്ടുന്ന സമയത്ത് മാത്സ് തനിയെ പഠിക്കുക, അന്ന് കോച്ചിങ് ഇല്ല, അങ്ങനെ എഴുതി നോക്കി. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം വേണ്ടി വരുന്നു, സ്ക്രീനും കൂടിയൊക്കെ ആകുമ്പോഴത്തേന് ടെൻഷൻ ആവുന്നു. അപ്പോൾ മാത്സ് അറിയുന്നതാണെങ്കിൽ പോലും തെറ്റിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇനിയിപ്പോൾ മാത്സ്, അതാണ് ഞാൻ ഐഫർ ചൂസ് ചെയ്തത്, നമ്മുടെ സ്ട്രോങ് ഏരിയാസിൽ നിന്നും ഒന്നും പോവാതിരിക്കുക. അപ്പോൾ മാത്സ് വെച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ജനറൽ പേപ്പർ അതും പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളം ക്ലാസ്സസ് പറ്റുന്ന സമയത്തെല്ലാം കണ്ടു. എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും, പക്ഷെ അത്രയും കണ്ടിട്ട് പോലും എനിക്ക് JRF കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐഫറിൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയൊക്കെ ക്വാളിറ്റി എന്തായിരിക്കും? ഓക്കെ. സോ ഇതാണ് എനിക്ക് ഒരു അവസാനം ചോദിക്കാനുള്ളത്. ഇപ്പം ദീഷ്മയുടെ പ്രിപ്പറേഷനിൽ ഐഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു, എത്രത്തോളം ഇമ്പാക്ട്? ഒരുപാട്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ഐഫർ ചൂസ് ചെയ്യാം. ഞാൻ ഒരുപാട് പേരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്റ്റാറ്റസുകൾ കാണുമ്പോൾ അറിയാം, കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വരാം. കാരണം ഒരു 50% ഒക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ഞാൻ ക്ലാസ്സസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ മെറ്റീരിയൽസ് വായിക്കുന്നുണ്ടായിരുന്നു, അത് നമുക്ക് എവിടെ ഇരുന്നാലും വായിക്കാമല്ലോ. അതുപോലെ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേൾക്കുമായിരുന്നു. പിന്നെ എനിക്ക് തീരെ ഞാനിപ്പോൾ അങ്ങനെ ടച്ച് ഇല്ലാത്ത ഏരിയാസ് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കിയിരുന്ന് കണ്ടിട്ടുമുണ്ട്. അത് പിന്നെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്, മെൻ്റൽ സപ്പോർട്ടൊക്കെ നമുക്ക് ഒരുപാട് തരും. ഈ ടൈം തന്നെ, ഈ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ നാച്ചുറൽ സയൻസിൻ്റെ HSA എക്സാം വിളിച്ചത്. അപ്പം ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. മറ്റേതൊരു PSC എക്സാം അല്ലേ, ജോബ് അല്ലേ. അപ്പം ഞാൻ ആകെ ടെൻഷനായിട്ട് ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മെൻറ്റർ ശ്രീകുട്ടി മാമായിരുന്നു. അപ്പോൾ പറഞ്ഞു ടെൻഷൻ ആവണ്ട, അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നൊരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ട്, ടെൻഷൻ ആവണ്ട, ലൈവ് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, ബേസ് ഉള്ള ആളല്ലേ, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, റെക്കോർഡഡ് ക്ലാസ്സസ് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരുടെ വിജയത്തിന് പിന്നിൽ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാവും. അത് ഫാമിലി ആവാം, പാരൻസ് ആവാം, പാർട്ട്ണർ ആവാം, ഫ്രണ്ട്സ് ആവാം, ടീച്ചേഴ്സ് ആവാം. ശരിക്ക് അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും കൂടി എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെയും കൂടി ഓർക്കാതെ ഒരിക്കലും നമ്മുടെ വിജയത്തിൻ്റെ സന്തോഷം കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദീഷ്മയുടെ ഈ വിജയത്തിന് പിന്നിലുള്ള സപ്പോർട്ടുകൾ ആരൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു? ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡുമാണ്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ കല്യാണത്തെ പേടിച്ച് നിന്ന ഒരാളാണ്. ഇനി ഒന്നാമത് വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമൊന്നുമില്ല, എനിക്കും ജോലിയായിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒന്നും ആവാതെ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റുമോ, എന്താ സാഹചര്യം ഒന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു 18 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ നിന്ന് എൻ്റെ ലൈഫിലേക്ക് എൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു അവസരവും കൂടെ കിട്ടിയ പോലെയായിരുന്നു. അന്ന് ആ UPയുടെ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നെങ്കിലും അത് കിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഒരുപാട് തളർന്നു പോയി. ഇനി എനിക്ക് പറ്റില്ലല്ലോ പഠിക്കാൻ, ഇനി PSCക്ക് വേണ്ടി ഞാൻ എപ്പോഴാണ് പഠിക്കുന്നത്, ഇത്ര നാളെല്ലാവരെയും എതിർത്തിട്ട് ഈ കല്യാണമൊക്കെ സമ്മതിക്കാതിരിക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നിട്ടും ഒരു ജോലി ആവാതെ ഞാൻ
എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള സ്റ്റേജിലാണ് ആള് ലൈഫിലോട്ട് വരുന്നത്. അപ്പൊ നീ എന്ത് വേണേ പഠിച്ചോ, നിനക്ക് നിന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കാൻ കംഫർട്ടെങ്കിൽ നീ അവിടെ നിന്നോ. എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് പഠിക്കാൻ പറ്റണം, ഒന്ന് എൻ്റെ വീട്ടുകാരെ എനിക്ക് നോക്കാൻ പറ്റണം. അത് രണ്ടും പറ്റുന്നുണ്ട്. അതായത് കൊല്ലത്ത് തന്നെ നിന്ന് പഠിച്ചോ, എന്തെങ്കിലും ഒന്ന് ആയിട്ട് ഞാൻ അങ്ങോട്ട് മാറാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ഞാനൊരു സേഫ് സോണിലോട്ട് മാറിയിട്ട് കോഴിക്കോട്ടേക്ക് വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിപ്പോൾ ഐഫറിലൂടെ എനിക്കത് സാധ്യമായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പോവാം. JRF കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേരൻസിനെ നോക്കാൻ പറ്റും, എനിക്കും പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് മെൻ്റൽ സപ്പോർട്ട് തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മയിൽ നിന്നും ഹരിയിൽ നിന്നുമാണ്. അപ്പം അമ്മയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊന്നും അക്കാദമിക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും കൂടെ ഒരാളുണ്ട്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഒരാളുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം അതെനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അത് ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. ഹരി വരുന്നതിന് മുന്നേ ഇപ്പോൾ ഹരിയും കൂടെ ഉണ്ട്. ഓക്കെ. സോ ദീഷ്മ, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ. ദീഷ്മക്ക് കൺഗ്രാജുലേഷൻ, ദീഷ്മയുടെ അമ്മക്ക് കൺഗ്രാജുലേഷൻ, ദീഷ്മയുടെ പാർട്ണർ ഹരിക്ക് കൺഗ്രാജുലേഷൻസ്. എല്ലാവരുടെയും ഒരു എഫേർട്ട് കൂടിയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. ഓക്കെ.